നമസ്കാരം. അതിജീവിതമാരുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും കൈവശമുള്ള തെളിവുകൾ പുറത്തുവിടുവാൻ തയ്യാറാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. കേസിൽ DGPയുടെ അടിയന്തര ഇടപെടലിനെയും മാധ്യമ നിലപാടുകളെയും രാഹുൽ രൂക്ഷമായി വിമർശിച്ചു. ബലാത്സംഗ കേസിലെ അതിജീവിതമാർ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. താൻ നൽകിയ പരാതികൾ കൂടി വായിച്ചു നോക്കുവാൻ DGP തയ്യാറാകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. നിഷ്പക്ഷനാണെന്ന തെറ്റിദ്ധാരണയെങ്കിലും പോലീസിനുണ്ടാകട്ടെ എന്നും അദ്ദേഹം പരിഹസിച്ചു. മാധ്യമങ്ങൾ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയാണെന്നും താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കോടതിയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ തെളിവുകളും അറ്റവും മുറിയുമില്ലാതെ പുറത്തുവിടുവാൻ താൻ തയ്യാറാണെന്ന് രാഹുൽ കുറിപ്പിൽ വ്യക്തമാക്കി. എന്താണ് സത്യമെന്ന് എല്ലാവർക്കും അറിയട്ടെ, സത്യത്തെ തനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിജീവിതമാരുടെ പരാതിയിൽ പത്തനംതിട്ട, കാസർഗോഡ് സൈബർ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ, നിയാസ് മലബാറി എന്നിവർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. രാഹുൽ ഉന്നയിച്ച വെല്ലുവിളിയോട് അന്വേഷണ സംഘം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: സാധാരണ അല്പം കൂടി ക്രൗര്യഭാവത്തിലുള്ള ഫോട്ടോകളാണല്ലോ എന്റെ കൊടുക്കാറ്, ഇതിപ്പോൾ എന്ത് പറ്റി? പിന്നെ അടിയന്തര നിർദ്ദേശം കൊടുക്കുന്ന DGPയോട് ഞാൻ കൊടുത്ത പരാതികൾ കൂടി വായിച്ചെങ്കിലും നോക്കാൻ പറയണം. നിഷ്പക്ഷനാണ് എന്ന് തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്ന ശശിയെ IPS ഹോണററി കൊടുത്ത DGP ആക്കിയേക്ക്. ഞാൻ ഇതുവരെ എന്തെങ്കിലും സൈബർ ആക്രമണം നടത്തുകയോ എനിക്കെതിരെ അങ്ങനെ ഒരു പരാതിയോ ഉണ്ടോ? എന്നിട്ടും എന്റെ ചിത്രം എന്തിനാണ് കൊടുത്തേക്കുന്നത്? അപ്പോൾ ഈ മാധ്യമങ്ങൾ എനിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണത്തിന് ആര് കേസെടുക്കും? പിന്നെ എന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വിടാമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? അറ്റവും മുറിയുമല്ല കോടതിയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ തെളിവുകളും പുറത്തുവിടുവാൻ ഞാൻ തയ്യാർ. എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല എന്നായിരുന്നു പോസ്റ്റ്. മാധ്യമങ്ങൾ തനിക്കെതിരെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് രാഹുലിന്റെ പ്രധാന ആരോപണം. തന്റെ ചിത്രം മോശമായ രീതിയിൽ വാർത്തകളിൽ നൽകുന്നതിനെതിരെയും അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ താൻ നൽകിയ പരാതികൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ലെന്ന് അദ്ദേഹം DGPയോട് ചോദിക്കുന്നു. ഭരണതലത്തിലെ ഇടപെടലുകളെ പരിഹസിച്ച രാഹുൽ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നവരെ DGP ആക്കുന്നതാണ് നല്ലതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി. അതേസമയം അതിജീവിതമാർ നൽകിയ 3 പരാതികളും കർശന നടപടിയെടുക്കുവാനാണ് പോലീസ് മേധാവി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കാസർഗോഡ് സൈബർ സെല്ലുകൾക്ക് പുറമെ ക്രൈംബ്രാഞ്ച് DYSPയും കേസ് അന്വേഷിക്കുന്നുണ്ട്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ, നിയാസ് മലബാറി എന്നിവർക്കെതിരായ സൈബർ അധിക്ഷേപ പരാതികളും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനം കേസ് അന്വേഷണത്തിൽ നിർണായകമായിരിക്കും. സത്യം പുറത്തു വരട്ടെ എന്നും തനിക്ക് ഭയമില്ലെന്നും രാഹുൽ ആവർത്തിക്കുമ്പോൾ അതിജീവിതമാരുടെ പരാതിയിൽ പോലീസ് സ്വീകരിക്കുന്ന അടുത്ത നീക്കങ്ങളാണ് ഉറ്റുനോക്കപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് ഉറപ്പാണ്. ഇതിനിടെ പാലക്കാട് നടന്ന NDA തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ പ്രധാനമന്ത്രിക്കും BJPക്കും എന്ത് ധാർമ്മിക അവകാശമാണുള്ളതെന്ന് രാഹുൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു. ഗുസ്തി താരങ്ങളുടെ സമരം മുതൽ സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ പശ്ചാത്തലം വരെ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ സ്ത്രീ സുരക്ഷയെപ്പറ്റി വല്ലാതെ വാചാലനായല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ കുറിപ്പ് ആരംഭിച്ചത്. രാജ്യത്തിന്റെ അഭിമാനമായ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയനും തങ്ങൾ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് തെരുവിൽ കരഞ്ഞു പറഞ്ഞപ്പോൾ ഇന്ത്യ തലകുനിച്ചു നിന്ന നാളുകൾ താങ്കൾ മറന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. അന്ന് ആരോപണ വിധേയനായ അങ്ങയുടെ സുഹൃത്ത് ബ്രിജ് ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങളെന്നും രാഹുൽ ചോദിച്ചു. കർണാടകയിലെ വിശ്വസ്തർ BS യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചതും പാലക്കാട്ടെ BJP സംഘാടകരുടെ പശ്ചാത്തലവും രാഹുൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ BJPയുടെ മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിക്കുവാൻ ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഒരിക്കൽ മോദിയുടെ കടുത്ത അനുഭാവിയായിരുന്ന എഴുത്തുകാരി മധു പൂർണിമ കിശ്വർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും രാഹുൽ മറുപടി തേടി. 2014 മുതൽ അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? താൻ എഴുതിയ പുസ്തകം നേരിട്ട് കൈമാറാൻ പോലും അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണുമെന്നും എന്നാൽ തനിക്ക് ഭയമില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. എനിക്ക് പേടി നഹി എന്ന് പറഞ്ഞാൽ നഹി എന്ന ഉറച്ച വാക്കുകളിലൂടെയാണ് രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്.
മോദി ആദ്യം ആപ്ക കണ്ണിലെ തൂമ്പയെടുക്കൂ, പിന്നെ മേരാ കണ്ണിലുള്ള കരട് എടുക്കാമെന്ന പരിഹാസത്തോടെയാണ് ഈ രാഷ്ട്രീയ വാക്പോര് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രിയും പാലക്കാട് MLA തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആവേശത്തെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്കുച്ചരിക്കാൻ എങ്കിലും നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനമുളം ഉയർത്തിയ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയനും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെ പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ചു നിന്ന നാളുകൾ അങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല. അന്നവർ ആരോപണം ഉന്നയിച്ച അങ്ങയുടെ സുഹൃത്ത് ബ്രിജ് ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? ആ നിങ്ങളാണോ ധാർമ്മികതയെ പറ്റി പ്രസംഗിക്കുന്നത്? കർണാടകയിലെ അങ്ങയുടെ വിശ്വസ്തർ യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കളല്ലേ? എന്നിട്ട് ഇത് പറയാൻ നാണമില്ലേ? അതും പോട്ടെ, അങ്ങ് ഇതൊക്കെ വന്ന് പറഞ്ഞ പാലക്കാട്ടെ BJPയുടെ മുഖ്യ സംഘാടകരില്ലേ? അവരുടെ കയ്യിലിരിപ്പിനെ പറ്റി എന്തെങ്കിലും ബോധ്യം താങ്കൾക്ക് വേണ്ടേ? ഇതെല്ലാം പോട്ടെ, അങ്ങയുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും രാജ്യസഭാ മെമ്പറുമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി അങ്ങയെപ്പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി ഒരു വാക്ക് പ്രതികരിക്കുവാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും പ്രതികരണമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളോട് അവർ 2014 മുതൽ അകലം പാലിക്കുന്നതെന്നും നിങ്ങളെപ്പറ്റി എഴുതിയ ബുക്ക് നേരിട്ട് കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞതിനെ പറ്റി എന്ത് പറയുന്നു? ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണും. എനിക്ക് പേടി നഹി എന്ന് പറഞ്ഞാൽ നഹി. മോദി ആദ്യം ആപ്ക കണ്ണിൽ തൂമ്പ എടുക്കുകയോ, പിന്നെ മേരാ കണ്ണിൽ ഉണ്ട് എന്ന് ആരോപിക്കുന്ന കരട് എടുക്കുകയോ. ദിസ് ഈസ് കേരള സാർ എന്നായിരുന്നു ആ പോസ്റ്റ്. പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിനും അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ പോരാട്ടം കടുപ്പിക്കുകയാണ്. സ്വന്തം പാളയത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് BJP നേതൃത്വം എന്ത് മറുപടി നൽകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് നീങ്ങുമ്പോൾ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചിത്രം. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന രാഹുലിന്റെ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതും ഉറപ്പാണ്.